പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തീരുമാനമാണ് LDFന്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല, അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത്. രണ്ടാമത്തേത്, ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത്. അവർ കൊലക്കേസിൽ പ്രതിയാണ്. അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് 4 കിലോമീറ്റർ ചുറ്റളവ് വെള്ളം ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ എലപ്പുള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. അപ്പം മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിൻ്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട്. കന്നുകാലികൾ മേയാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല. അവിടുത്തെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് വളരെ താഴെയാണ്. അവിടെ ഒരു തരത്തിലും വെള്ളമില്ല. ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സ്വിങ്ങിലാവുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാകുമ്പോൾ ഏകദേശം ഒരു ദിവസം 80 ദശലക്ഷം ലിറ്റർ വെള്ളം, 80 ml വെള്ളം വേണ്ടി വരും. അത് ശരിക്കും കൊക്കക്കോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും. അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി, കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും. മാത്രമല്ല, മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി IOCയിലേക്ക് അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു കത്ത് കൊടുത്തത്. ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല. കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? എത്രമാത്രം വെള്ളം വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം, ഒരു ദിവസമല്ല, ഒരു വർഷം 40 ലക്ഷം ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിൻ്റെ പകുതിക്ക് പോലും അത് ചിലവാകില്ല, മതിയാവില്ല. 40 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത്, ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ്. ഫുൾ സിംഗിളായ 80 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം. ഇത് 40 ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല, പെർ ഇയർ ആണ്. പെർ ഡേ വേണം 40-80 ദശലക്ഷം ലിറ്റർ വെള്ളം. അപ്പോൾ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല. ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത്. ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്.